Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് തൗബയിലെ 90-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. وجاء المعذرون من الأعراب ليؤذن لهم وقعد الذين كذبوا الله ورسوله سيصيب الذين كفروا منهم عذاب أليم. وجاء المعذرون ഒഴികഴിവ് പറയുന്നവർ വന്നു. മിനൽ അഅറാബി അഅറാബികളിൽ നിന്ന്, ഗ്രാമീണരായ അറബികളിൽ നിന്ന്. ലിയുഅ്ദന ലഹും അവർക്ക് അനുമതി ലഭിക്കുന്നതിന് വേണ്ടി, അനുമതി നൽകപ്പെടുന്നതിന്. വഖഅദല്ലദീന കദബുല്ലാഹ വറസൂലഹു അല്ലാഹുവിനോടും അവൻ്റെ ദൂതനോടും കളവ് പറഞ്ഞവർ ഇരുന്നു, നിഷ്ക്രിയരായിരുന്നു. സയുസീബു പിന്നെ ബാധിക്കും, അല്ലദീന കഫറു നിഷേധിച്ചവർക്ക്, മിൻഹും അവരിൽ നിന്ന്, അദാബുൻ അലീം വേദനിപ്പിക്കുന്ന ശിക്ഷ. അതുകൊണ്ട് അർത്ഥം പറയാം. വജാഅ ജാഅ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണല്ലോ. അൽ മുഅദ്ദിറുന ഉദ്ർ പറയുക, ഒരു ഉദ്ർ എന്ന് പറഞ്ഞാൽ കാരണം ബോധിപ്പിക്കുക, ഒഴികഴിവ് ബോധിപ്പിക്കുക എന്നൊക്കെയാണ് ഉദ്ർ. വജാഅ അൽ മുഅദ്ദിറുന ഉദ്ർ പറയുന്നവർ അല്ലെങ്കിൽ ഒഴികഴിവ് പറയുന്നവർ വന്നു. എവിടേക്ക് വന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ അടുക്കലേക്ക് വന്നു. മിനൽ അഅറാബി ഗ്രാമീണരിൽ നിന്നും. ലിയുഅ്ദന ലഹും അവർക്ക് അനുമതി ലഭിക്കുന്നതിന് വേണ്ടി, അവർക്ക് അനുമതി നൽകപ്പെടുന്നതിനായി. എന്തിനാ അനുമതി കിട്ടേണ്ടത്? പോകാനല്ല, പോകാതിരിക്കാൻ. ഞങ്ങൾ വരുന്നില്ല അല്ലാഹുവിൻ്റെ റസൂൽ, അതിന് ഇന്ന കാരണങ്ങളൊക്കെ ഉണ്ട് എന്ന് വ്യാജ കാരണങ്ങൾ, കള്ളക്കാരണങ്ങൾ നിരത്തി ഒഴികഴിവ് പറയാൻ വേണ്ടി അഅറാബികൾ വന്നു. ഗ്രാമീണരാണ് അധികവും. വഖഅദല്ലദീന കദബുല്ലാഹ വറസൂലഹു അല്ലാഹുവിനോടും അവൻ്റെ ദൂതനോടും കളവ് പറഞ്ഞവർ നിഷ്ക്രിയരായിരുന്നു. സയുസീബു അസാബ യുസീബു മുസീബത്ത് നേടുക, ബാധിക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. പിന്നെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഭാവിയിൽ സംഭവിക്കും എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് വർത്തമാനകാല ക്രിയയുടെ കൂടെ ചേർക്കുക. യുസീബു അസാബ എന്നാൽ ബാധിച്ചു, യുസീബു ബാധിക്കുന്നു. അത് നല്ലതും ആവാം, ചിലപ്പോൾ ചീത്തയാവാം. യുസീബുല്ലദീന കഫർ അധികം മുസീബത്ത്, ആപത്ത് എന്നുള്ള അർത്ഥത്തിലാണത് വരാറുള്ളത്. അവർക്ക് കാഫിറുകൾക്ക് പിന്നെ ബാധിക്കും, മിൻഹും അവരിലെ, അദാബുൻ അലീം വേദനിപ്പിക്കുന്ന ശിക്ഷ. ഇപ്പോൾ യുദ്ധാഹ്വാനമുണ്ടായപ്പോൾ മുനാഫിക്കീങ്ങളിൽപ്പെട്ട അതിലധികം അഅറാബികളാണ്. എന്താ അഅറാബികൾ പറഞ്ഞാൽ? ബദുക്കൾ പറയും, ബദുക്കൾ. അവർ വലിയ സംസ്കാരവും ഒന്നും ഉണ്ടാവില്ല, പെരുമാറ്റത്തിൽ വലിയ മാന്യതയൊന്നും ഉണ്ടാവില്ല. അവർ വളരെ പരിക്കന്മാരായിരിക്കും. എന്തായാലും ആളുകളായിട്ടും ഇടപഴകി, ടൗണിലായിട്ടും ഇടപഴകി ഒരു സാംസ്കാരികമായ പെരുമാറ്റ മര്യാദകളും അതബുകളും അവർ ശീലിച്ചിരിക്കൂല. ഇപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ കുറേ ആൾക്കാർ. ബദുക്കൾ പറഞ്ഞ ആൾക്കാർ വിദേശത്തൊക്കെ ജോലി ചെയ്തവർക്ക് ധാരാളം അറിയാലോ അത്. ബദുക്കൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലോട്ട് വരും. ചിലപ്പോൾ മുഹമ്മദേ അങ്ങനെ വിളിക്കുക, യാ റസൂലല്ലാഹ് എന്ന ആദരവോട് കൂടി ഖുറൈശികളടക്കം, ഖുറൈശികളാണല്ലോ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടർ എന്നാണല്ലോ നമുക്ക് മനസ്സിലാവുന്ന ചരിത്രത്തിൽ നിന്ന്. അവരടക്കം യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും ഒക്കെ അടക്കം. അഅറാബികൾ, നാടന്മാർ, കാക്കാമാർ വന്നിട്ട് പറയും, ഏയ് മുഹമ്മദ് ഇപ്പം നമുക്ക് പൈസ ഒന്നും തരുന്നില്ല കേട്ടോ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയും. ചിലപ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ദീനൊക്കെ കലിമത്ത് ചൊല്ലിയിട്ടുണ്ടാവും, അതിൻ്റെ അപ്പുറം അവർക്കൊന്നും അറിയില്ല. ചിലപ്പോൾ വരും, ഞാൻ എൻ്റെ മതം സ്വീകരിക്കാം, എന്താ ചെയ്യേണ്ടത്? ഷഹാദത്ത് കലിമ ചൊല്ലണം, പിന്നെ നിസ്കരിക്കണം. മതി. അതിൻ്റെ അപ്പുറം എന്നോടൊന്നും പറയരുത് കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടൊക്കെ പോവുക.
അത് ആളുകളെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുസരിച്ച് ലളിതമായി കാരണം അവരങ്ങനത്തെ ഒരാളുകളാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് അറാബികൾ. അവരുടെ ഇടയിൽ മുനാഫിക്കീങ്ങളുണ്ട്. അവരാണ് ബാഹ്യമായി വിശ്വസിക്കുക. അതെന്തിനാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നാൽ പൈസ കിട്ടും, സക്കാത്ത് ഫണ്ട്, അതുപോലെ തന്നെ സദഖകൾ ധാരാളമായിട്ട് അദ്ദേഹം അത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷത്തിൽ ബാഹ്യമായി അദ്ദേഹത്തെ അനുസരിക്കുന്നതും അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുമായിട്ട് അവർ അഭിനയിക്കും. അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഈ ബദൂവിയൻ അറബികൾ എന്ന് ചരിത്രത്തിൽ പറയുന്ന ബദുക്കൾ, ഗ്രാമീണരായ അറബികൾ. ഇപ്പോൾ സൂറത്തു ഹുജറാത്തിൽ നമ്മൾ മനസ്സിലാക്കി 14-ാമത്തെ ആയത്ത്, അതും കൂടെ നോക്കാം നമുക്ക് കൂട്ടത്തിൽ. അവർ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പുറകിലാണെന്ന് അവിടെ പറയുന്നുണ്ട്. അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്ത് ഹുജറാത്ത് 515-ാമത്തെ പേജിലാണ്, 517 ഇത് വരിക. 514-ാമത്തെ പേജിലെ 17-ാമത്തെ പേജിലെ 14-ാമത്തെ ആയത്ത് സൂറത്തുൽ ഹുജറാത്ത്. ഹുജറാത്ത് പറഞ്ഞാൽ എന്താണ്? വാക്കിനർത്ഥം റൂമുകൾ എന്നാണ് അല്ലേ? ഹുജറത്ത് റൂം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ റൂമുകൾ മദീന പള്ളിയുടെ സൈഡുകളിൽ, അതിനെ സംബന്ധിച്ചുള്ള സൂചനയാണത്. കാലത്തിന് അയറാബ് ഈ ഗ്രാമീണരായ അറബികൾ പറയും ആമന്ന, ഞങ്ങളൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെന്ന്. കുൽ, അങ്ങ് പറയണം, ലം തൂമിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടൊന്നുമില്ല, മോമിനിങ്ങളായിട്ടൊന്നുമില്ല. വലാക്കിൻ കൂലു അസ്ലംന, നിങ്ങൾ അസ്ലംന എന്ന് പറഞ്ഞോളൂ, നിങ്ങളെ വിശ്വാസം ഉള്ളിൽ കമ്മിയാണ്. അസ്ലംന, അള്ളാഹുവിനെ ഭൗതികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ബാഹ്യമായ കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അനുസരിക്കുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. വലമ്മ യദ്ഖുലിൽ ഈമാനു ഫി ഖുലൂബിക്കും, നിങ്ങളുടെ ഉള്ളിലേക്ക് ഈമാൻ കയറിയിട്ടില്ല. അപ്പോൾ ഉള്ളിലേക്ക് ഈമാൻ കയറിയ ഒരാളുടെ പ്രവർത്തനമാണ് നന്നാവുക. അവരുടെ പുറം നന്നാവും. അല്ലെങ്കിൽ എന്തുണ്ടാവും? പുറം നന്നാകും, ഉള്ളു നന്നാവില്ല. പുറമേക്ക് ഇങ്ങനെ ആളുകളെ കാണിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും, ഉള്ളു മഹാദുഷ്ട. അത് നമ്മൾ നമ്മളെ സംബന്ധിച്ചും ആലോചിക്കേണ്ട ഒരു വിഷയം. യഥാർത്ഥത്തിൽ എൻ്റെ ഈമാൻ്റെ കരുത്ത് ഇപ്പം എന്താ? യഥാർത്ഥത്തിൽ ഞാൻ മൂമിനല്ലേ? എന്നിൽ നിഫാഖ് ഉണ്ടോ? മുനാഫിഖ് ആകുന്നുണ്ടോ ഞാൻ എന്നൊക്കെ നമ്മൾ സ്വന്തം ആലോചിക്കേണ്ടതാണ്. അപ്പോൾ വലമ്മ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഈമാൻ കയറിയിട്ടില്ല. വഇൻ തുതിഉല്ലാഹ വറസൂലഹു ലാ യത്ലിതുക്കും മിൻ അഅമാലിക്കും ശൈഅ, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും കൃത്യമായി അനുസരിച്ചാൽ നിങ്ങളുടെ അമലുകളൊന്നും പോവില്ല, അമലുകൾ കുറയില്ല, നഷ്ടപ്പെടില്ല. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നീ അവസരമുണ്ട്. അല്ലാഹു തആല ഗഫൂറാണ്, അല്ലാഹു തആല റഹീമാണ്. അല്ലാഹു തആല പുറത്തു തരും, അല്ലാഹു തആല കരുണ ചെയ്യും. അത് അവരോട് അള്ളാഹ് പറഞ്ഞതാണ്. അപ്പോൾ അവർ മോമിനീങ്ങളാണെന്ന് അവകാശപ്പെടുമ്പോൾ ചിലപ്പോൾ അതിലധികം ആളുകൾ മോമിനീങ്ങളല്ലാത്തവരുമുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അറബികളിൽ നിന്നുള്ള ഇങ്ങനെയുള്ള ഗ്രാമീണരായ അറബികളിൽ നിന്നുള്ള പ്രതിബന്ധം ബോധിപ്പിക്കുന്നവർ, ഒഴിവ് കഴിവ് പറയുന്നവർ അങ്ങയുടെ അടുക്കൽ വരും. എന്തിന്? ലിയുഅ്ദനലഹും, സമ്മതം കിട്ടാൻ. സാധാരണ സമ്മതം ചോദിക്കുക എന്തിനാണ്? എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകാനും ചെയ്യാനും ഒക്കെയാണ്. ഇവിടെ എന്തിനാവില്ല സമ്മതം ചോദിക്കുന്നത്? പോകാതിരിക്കാനാണ്. കാരണം പൊതുവായി ഇസ്ലാമിക നേതൃത്വം ഒരു സൈനിക സേവനത്തിന് ആഹ്വാനം ചെയ്താൽ അത് സ്വീകരിക്കൽ മുസ്ലിമാണെന്ന് പറയുന്ന എല്ലാവർക്കും ബാധ്യതയുണ്ട്, എല്ലാവർക്കും നിർബന്ധമാണ്. പള്ളിയെ അംഗീകരിക്കുന്ന, പള്ളിയിൽ നമസ്കാരത്തിന് വരുന്ന എല്ലാവർക്കും അത് ബാധ്യതയാണ്. ഈമാനിൽ ഏറ്റക്കുറവുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അനുഷ്ഠാനങ്ങളിൽ എല്ലാവരും 5 നേരം പള്ളിക്കൊക്കെ പറഞ്ഞാൽ അവർക്ക് ഏറ്റക്കുറവൊന്നുമില്ലല്ലോ, അതുണ്ടാവില്ല. ഈമാനിൽ ചിലപ്പോൾ ഏറ്റക്കുറവ് വന്നു വരും. എന്നാൽ ഇസ്ലാമിക നേതൃത്വം സൈനിക സേവനത്തിന് വിളിച്ചാൽ അത് നിർബന്ധമായി. പക്ഷേ ഇവരെന്ത് ചെയ്തു? നിർബന്ധമായ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് റസൂലിൻ്റെ അടുക്കൽ വന്നു. അതാണ് ജാഅൽ മുഅദ്ദിറൂന മിനൽ അഅറാബി ലിയുഅ്ദന ലഹും, സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട്. വഖഅദല്ലദീന കദബുല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും തള്ളിക്കളയുന്നവർ നിഷ്ക്രിയരായിരിക്കുക. അതായത് ഈ വരുന്ന ആൾക്കാർ ഇത് കേൾക്കുകയാണല്ലോ, അവരുടെ ഉള്ളിലിരിപ്പോൾ അള്ളാഹ് അങ്ങോട്ട് എടുത്തു പറയാണ്. വെറുതെ അല്ല. സൂറത്തിൽ ഫാലിഹ എന്നൊരു പേരുണ്ട്, സൂറത്ത് തൗബക്ക്. ഫാലിഹ എന്താണ്? ഫാലിഹാനെ മാനം കെടുക്കുന്നത്, വഷളാക്കുന്നത്, നിന്ദ്യരാക്കുന്നത്, പരിഹസിക്കുന്നത്. അതന്നല്ലേ ഈ വരുന്ന ആൾക്കാരോട് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടില്ലെങ്കിലും റസൂൽ ഇതങ്ങോട്ട് ഓലോട് അങ്ങോട്ട് പറയുക. തല താത്തൂലെ ആൾക്കാർ ഇന്നെ പറ്റിയായി പറഞ്ഞത് ഓൽക്ക് ബോധ്യമാകുമല്ലോ, മറ്റുള്ളവർക്കും ബോധ്യമാകും. അതുകൊണ്ടാണ് ഈ സൂറക്ക് അൽ ഫാലിഹ, മുനാഫിഖുകളുടെ മാനം കെടുത്തുന്നത് എന്ന പേരിട്ട്.
അൽ കഷ്കഷ എന്നൊരു പേരുണ്ട്, മുക്കസ്കഷ. എന്താ മുക്കസ്കഷ പറഞ്ഞാൽ ഉള്ളു പൊരിക്കുന്നത്, എരിക്കുന്നത്. മീനൊക്കെ പൊരിക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു ശബ്ദമല്ലേ, അതിനാണ് കഷ്കഷ അറിയുക. അതിനുണ്ടായ വാക്കാണ് മുക്കസ്. അവർ ഉള്ളു പൊരിക്കുന്നത്, ഉള്ളിനെ എരിയിക്കുന്നത് എന്നൊരു പദം, എന്നൊരു പേര് ഈ സൂറക്ക് ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുനാഫിഖൂൻ എന്നൊരു പേരിടാൻ, നമുക്ക് സൂറക്ക് പേരിടാൻ അവകാശമുണ്ടെങ്കിൽ നമ്മൾ മുനാഫിഖൂൻ എന്ന് പേരിടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇമാം അഹമ്മദിനെ പോലെയുള്ള മഹാന്മാർ. അപ്പോൾ അത്രയും ഗുരുതരമായി അവരുടെ സ്വഭാവ വൈകൃതങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പുറത്തിടുകയാണ്. അതാണ് വഖഅദല്ലദീന കദബുല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും കളവാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ദൂതനെ അവർ തള്ളിക്കളയുമ്പോൾ തന്നെ അള്ളാഹിനെ തള്ളിക്കളയാൻ അള്ളാഹിൻ്റെ ദൂതനല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യമൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം പറയണമല്ലല്ലോ, സ്വന്തം ഇഷ്ടപ്രകാരം പറയില്ലല്ലോ. വമാ യൻതിഖു അനിൽ ഹവ, അല്ലേ? വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹ. സൂറത്തുൻ നജ്മ് അങ്ങനെയല്ലേ തുടങ്ങുന്നത്, വന്നജ്മി ഇദാ ഹവ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം വെറുതെ ഒന്നും പറയില്ല, അള്ളാഹ് പറഞ്ഞതാ പറയണത്, അള്ളാഹ് ഓതി കൊടുത്തതാ ഓതിട്ടിരുന്നത്. അപ്പോൾ അള്ളാഹിനെ റസൂലുള്ളാഹിനെ നിഷേധിച്ചു പറഞ്ഞ ഫലത്തിൽ എന്താണ്? അള്ളാഹിനെ നിഷേധിക്കലാണ്, അള്ളാഹിനെ തള്ളിക്കളയലാണ്. തള്ളിക്കളയുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകളെ തള്ളിക്കളയുക, അതാണ് കദബുല്ലാഹ വറസൂല. സയുസീബുല്ലദീന കഫറൂ മിൻഹും, അവരിലെ ഇത്തരം നിഷേധികൾക്ക് പിടികൂടുക തന്നെ ചെയ്യും, ബാധിക്കുക തന്നെ ചെയ്യും. അദാബുൻ അലീം, അദാബുൻ അലീം, വേദനയുണ്ടാക്കുന്ന ശിക്ഷ. ശിക്ഷ എന്ന് പറയുന്നതിനെ വർണ്ണിച്ചിരിക്കുകയാണ്, വേദനയുണ്ടാക്കുന്നത്. ദുനിയാവിൽ തന്നെ നമുക്ക് വേദന സഹിക്കാൻ കഴിയില്ല. മനുഷ്യന് സഹിക്കാൻ കഴിയാത്തൊരു സംഗതിയാണല്ലോ വേദന, രോഗം, പട്ടിണി, ദാരിദ്ര്യം. അള്ളാഹിനോട് എപ്പോഴും കാവലിനെ ചോദിച്ചുകൊണ്ട് അള്ളാഹ് വേദനകളിൽ, ദുനിയാവിലെ വേദനകളിൽ നിന്നും പരലോകത്തെ വേദനകളിൽ നിന്നും അള്ളാഹിനോട് കാവലിനെ ചോദിക്കുക. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇനി അല്ലാതെ വിശദീകരിക്കേണ്ട, ഞാനൊന്നുകൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഈ മുനാഫിഖ് എത്ര കൂടുതലായി സൂറത്ത് തൗബയിൽ ഇതന്നെ പറഞ്ഞു വരുന്നു. ഇത്ര വിശദമായിട്ട് മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞിരിക്കണോ? ഇല്ലല്ലോ. ഇത്ര വിശദമായിട്ട് ഏതെങ്കിലും സൂറത്തിൽ ഇത്ര ദീർഘമായി മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞിരിക്കണോ? പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ മുനാഫിഖീങ്ങളെ പറ്റി ഇത്ര ദീർഘമായി, അതും അന്ന് പറഞ്ഞു പോയ ചരിത്രം ലോകാവസാനം വരെയുള്ള ആൾക്കാർ വായിക്കണം, മനസ്സിലാക്കണം. എന്തിനാണ് അള്ളാഹ് വെച്ചത്? നമ്മളിൽ ആ രോഗം ബാധിക്കാതിരിക്കാനാണ്, നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അതിൽ നമ്മൾ പെട്ടുപോകാതിരിക്കും. അത് അവിടെ ചെന്ന് കാണുന്ന അപ്പം കാണാറുണ്ട് കാര്യം ഉണ്ടാവുമോ? ഇപ്പം കാണണം. അവിടെ ചെന്നിട്ട് കാണാൻ നിന്നിട്ട് കാര്യമില്ല, അവിടെ ചെന്നിട്ട് തലയിൽ കൈ വെച്ച് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ ദുനിയാവെന്ന് മനസ്സിലാക്കിയിട്ട് ഉൾക്കൊണ്ടിട്ട് അള്ളാഹിനോട് കാവലിനെ ചോദിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതിനാണ് ഈ പറഞ്ഞു തരുന്നത് നമുക്ക് അള്ളാഹു തആല. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നിർത്തുക. വജാഅൽ മുഅദ്ദിറൂന മിനൽ അഅറാബി, ഗ്രാമീണരിൽ നിന്ന് ഒഴികഴിവ് പറയുന്നവർ വന്നു. ലിയുഅ്ദന ലഹും, അവർക്ക് അനുമതി ലഭിക്കുന്നതിന് വേണ്ടി. വഖഅദല്ലദീന കദബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും തള്ളിക്കളഞ്ഞവർ അവർ നിഷ്ക്രിയരായിരുന്നു. സയുസീബുല്ലദീന കഫറൂ മിൻഹും, അവരിൽ നിന്ന് നിഷേധിച്ചവർക്ക്, എല്ലാവരും ഒരുപോലെ നിഷേധികളല്ല, അതിൽ വിശ്വാസമുള്ളവരുണ്ട്, ദുർബല വിശ്വാസികൾ. മുനാഫിഖീങ്ങളാട്ടെ യഥാർത്ഥത്തിൽ നിഷേധിച്ചവർ തന്നെയാണ്. അവരിൽ നിന്ന് നിഷേധിച്ചവരെ ബാധിക്കുക തന്നെ ചെയ്യും, ബാധിക്കും, പിന്നീട് ബാധിക്കും. അദാബുൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷ. ഇങ്ങനെ വേദനിപ്പിക്കുന്ന ശിക്ഷയ്ക്ക് വിധേയരാകുന്ന നിർഭാഗ്യവാന്മാരിൽ പെടാതെ അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൻ നിഫാഖി വൽറിയാഇ വൽഹസദി വൽകിബ്ർ والكفر والشرك يا رب العالمين. اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين.